ഗായ്സ്. അപ്പോൾ ഈ ഒരു നടത്തം ഞാൻ നോർമലി നടന്നതാണ്. പക്ഷെ ഞാൻ കരുതിയില്ല ഇത് ഇത്രയും നല്ല ഒരു 11 മണിയായപ്പോഴത്തേക്കും ഞാൻ നടത്തം തുടങ്ങിയ 12:30 ലാസ്റ്റ് ഒരു നടത്തം ഒന്ന് അവസാനിച്ചപ്പോൾ. കാരണം സെൻറ്റ് തെരേസസിൻ്റെ ഒരു ഗേറ്റ് തപ്പി ഇറങ്ങിയതാണ്. പക്ഷെ ആ ഗേറ്റ് ഈ ക്ലോസ് ആയി കിടക്കുന്ന കാര്യം പറഞ്ഞിട്ട് അവിടുത്തെ സെക്യൂരിറ്റി വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. എനിക്കറിയില്ല ആ ചേട്ടൻ അവിടെ പുതുതായിട്ട് വർക്ക് ചെയ്യാൻ കയറിയതാണോ അത് കാരണമാണോ എന്നൊന്നും എനിക്കറിയില്ല. മെയിൻ ഗേറ്റിൽ കൂടെ കയറ്റുന്നില്ല. പിന്നെ ഈ ഒരു ഗേറ്റാണെങ്കിൽ അടച്ചും കിടക്കുന്നു. പിന്നെ ഈ ഒരു അമ്മേനെയും കുഞ്ഞിനെയും ഇവരായിരുന്നു എനിക്ക് കമ്പനി ഉണ്ടായിരുന്നത്. ഞാൻ 3ാമത്തെ പ്രാവശ്യം നടന്ന് തിരിച്ച് സെൻറ്റ് തെരേസസിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെത്തിയപ്പോഴത്തേക്കുമാണ് ഇവരെ കണ്ടത്. എനിക്ക് ഇവരുടെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ ചോദിച്ചതാണ്, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചത്, പക്ഷേ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ എന്താ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെയൊക്കെ അവിടെ പോയി എന്താ കഴിഞ്ഞു, എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നേരെ ബ്രോഡ്വേയിൽ വന്നു. രാധാകൃഷ്ണൻ കയറി ഇത്തിരി സാരി ഫോളും ലൈനിങ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു സർബത്ത് കുടിക്കാനായിട്ട് കയറി. കാരണം അത്രയ്ക്ക് ചൂടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചൂടായിരുന്നു. ഈ കടയിൽ ഞാനിതിന് മുന്നേയും വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ചക്ക വാങ്ങിച്ചിട്ടുള്ള വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നോർമൽ എന്താ ഒരു പഴയൊരു വൈബൊക്കെ ഉള്ള ഒരു കടയാണ്, ഒരു ചായക്കട, ഒരു കുഞ്ഞു ചായക്കട. ഈ ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആളും. അങ്ങനെ ഞാൻ ഒരു സർബത്തൊക്കെ ഓർഡർ ചെയ്ത് അത് കുടിച്ചു. ഇതിനൊരു ഉപ്പും മധുരവും പുളിയും അങ്ങനെ എല്ലാം എനിക്ക് തോന്നി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ഇത്രയും നടന്ന് വന്നത് കാരണമാണോ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ്. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഇല്ല എന്നല്ല പറയണം. പക്ഷെ ഞാനെന്തോ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഞാൻ കുടിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെയും അതിൽ സോഡയൊക്കെ ഒഴിച്ച് സാവധാനം ഇരുന്ന് കുടിച്ചു. അങ്ങനെ ഈ കടയിൽ ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ സർബത്തും കുടിച്ച് പോസ്റ്റ് അടിച്ചിരുന്നു. ഒരാളെയും കാത്തിരുന്നതാണ്, വേറെ ആരെയല്ല, എൻ്റെ അനിയനെയും കാത്തിരുന്നതാണ്. അങ്ങനെ അവൻ വന്ന വരെ ഞാൻ ഈ കടയിലത്തെ ചേട്ടനായിട്ട് മിണ്ടിയും വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തൊക്കെ ഞാൻ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നു. ബോറടിച്ചില്ല. കാരണം കുറേ ആൾക്കാരൊക്കെ ഈ കടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ അവരുടെ ഇങ്ങനെ ഒരേ നാട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയത്. ഫുഡ് അടിക്കാൻ വന്നത് ഇപ്രാവശ്യം വെറൈറ്റിക്ക്, അല്ലെങ്കിൽ കുഴിമന്തി ഷവർമ്മയൊക്കെ ആണല്ലോ, പിന്നെ ബിരിയാണിയും. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി മാറ്റി പിടിക്കാമെന്ന് കരുതി നമ്മൾ ഷവായി കഴിക്കാൻ വന്നു. ഇത് എൻ്റെ അനിയൻ പറഞ്ഞിട്ട് വന്ന സ്ഥലമാണ്. ഇത് കത്രിക്കടവ്, കലൂർ കത്രിക്കടവ് റോട്ടിലുള്ള ഹബീബിയാണ്. നല്ലൊരു ആംബിയൻസാണ്. നല്ലൊരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല വൈബായിട്ട് തോന്നി എനിക്കിതിൻ്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കും. നമുക്ക് വലിയൊരു തിരക്കൊന്നുമില്ല. കാരണം ഷവായി ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ പേര് വന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേരിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്രയേരം വെയിറ്റ് ചെയ്ത് അതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത്. കാരണം നമുക്കങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം ഞാനിവിടെ നിന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അനിയൻ ഇതിന് മുന്നേയും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മസാല ഷവായാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലുക്ക് വൈസ് ഭയങ്കര ടെംപ്റ്റേറ്റിംഗ് ആണ്. അതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ വായിന്ന് വെള്ളം വരും. അങ്ങനെ 2 ടൈപ്പ് റൈസ് ഉണ്ട്. പിന്നെ മയോണൈസ്, പിന്നെ ടൊമാറ്റോ സൽത്ത, ആ ഒരു സംഭവം, പിന്നെ സാലഡ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇതിൻ്റെ സൈഡായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഡ്രിങ്ക്സ് കുടിക്കാനൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ ഓൾറെഡി സർബത്തൊക്കെ കുടിച്ചിട്ട് എൻ്റെ വയറ് നിറഞ്ഞിരിക്കണതാണ്. അപ്പോൾ അനിയനാണ് ആദ്യം ട്രൈ ചെയ്തത്. അവൻ 2 റൈസും മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല. അവൻ കഴിച്ചപ്പോഴത്തേക്കും അവന് ഇഷ്ടപ്പെട്ടു. അവൻ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. അവന് കൂടുതൽ വൈറ്റ് റൈസാണ് അവന് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഓറഞ്ച് കളർ റൈസ് അവന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് കഴിച്ചപ്പോഴത്തേക്കും ആദ്യം ഈ റൈസ് മാത്രം കഴിച്ചപ്പോഴത്തേക്കും ഒരു ബിരിയാണിയല്ല മന്തിയല്ല ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു ടേസ്റ്റ്. പക്ഷേ ഈ ഷവായ മസാലയൊക്കെ കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും അടിപൊളിയാണ്. പിന്നെ മയോണൈസൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ടേസ്റ്റ് അറിയാമല്ലോ, കൂടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുന്നേയും ഷവായ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഷവായ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും വരണം. കുറേ ഐറ്റംസ് ഉണ്ട് ഇവരുടെ മെനു കാർഡിൽ. പക്ഷേ നമ്മളിതാണ് ട്രൈ ചെയ്തത്. കാരണം ഇത് ട്രൈ ചെയ്യാനുള്ള വയറേ ഉള്ളൂ. എല്ലാം കൂടെ ട്രൈ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ ഒരു ദിവസം വന്നിട്ട്. അങ്ങനെ നമ്മൾ വളരെ സമയമെടുത്ത് എല്ലാം ആസ്വദിച്ച് ഫിനിഷ് ചെയ്തു. നമ്മൾ റൈസ് അധികം വാങ്ങിച്ചില്ല. ആ ഒരു റൈസ് തന്നെ നമ്മൾ കഴിച്ച് തീർത്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വിശപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. റൈസ് അൺലിമിറ്റഡ് ആണ്, ചോദിച്ചാൽ ഇനിയും തരും.
അപ്പോൾ നമ്മളെന്താ ബില്ലൊക്കെ പേ ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് ഷവായ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ തിരക്കില്ലാത്ത നല്ല അടിപൊളി റിവ്യൂ ഒക്കെ ഉള്ള കടയാണ്. നിങ്ങളെന്തായാലും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഹബീബിയിൽ അങ്ങനെ ദേ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. 420 രൂപയാണ് മസാല ഷവായ്ക്കായത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി ഓടിച്ച് പോയത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോഡാ സർബത്ത് കുടിക്കുന്ന സ്ഥലത്തെത്തി. ഇത് പച്ചാളത്തുള്ള കടയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നോക്കുക കാണാത്തവർ. പിന്നെ വീട്ടിൽ വന്നിട്ടൊരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും അമ്മി ഒരു ചക്കയുടെ അടയല്ല സോറി വടയും പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.